നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുത്തൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വേഗം തന്നെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് മാവ് അരയ്ക്കുകയോ കുഴക്കേണ്ടോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണിത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തയായിരുന്നാലും വറുക്കാത്തയായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് തൈരാണ്. ഒട്ടും പുളിയുള്ളതായിരിക്കരുത്, പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ റവയും തൈരും വെള്ളമൊക്കെ എടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ വേണം, എന്നാലേ കറക്റ്റ് നമുക്ക് ആ അളവ് കിട്ടുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ 1/4 കപ്പായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചതിന് ശേഷം വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് കാര്യം റവ കുറച്ച് ഓരോരുത്തരെടുക്കുന്ന റവയുടെ അളവ് അനുസരിച്ചും ചിലപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയൊന്നും കാണരുത്. അതുപോലെ നന്നായിട്ട് ഈ വിസ്ക് വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിനകത്ത് നമുക്കൊരു ഫില്ലിങ് കൂടെ നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ എടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഒരു സവാള മതിയാവും. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ചേർക്കുന്ന ഫില്ലിങ് പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചിക്കനോ വേറെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉണക്കമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ ഇതിനകത്ത് 2 ഉണക്കമുളകും കൂടെ ചേർത്താലും നല്ലൊരു അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ കിട്ടും. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് 2 പൊട്ടറ്റോ ആണ്. അത് നന്നായിട്ട് വേവിച്ച് ഉടച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഈ പൊട്ടറ്റോ ഇതൊന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല പൊട്ടറ്റോയിൽ നന്നായിട്ട് ഇങ്ങനെ പിടിക്കണം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ബോളാക്കി ഇട്ട് വെക്കാം. അപ്പോൾ ഇത് നമ്മളതൊരു ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്ത് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് ഇതുപോലെ ഞാൻ ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ബോളാക്കി വെച്ചിരിക്കുന്നത്. ഇതേപോലെ 2 സ്റ്റീൽ ഗ്ലാസ്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും മോൾഡ് ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ടില്ലേ, അത് ഇതിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വീണ്ടും കട്ടിയായിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ചേർക്കരുത്, അധികം ലൂസും ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. ഇതേ പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി അതിലേക്ക് ഹാഫ് പോർഷൻ നമുക്ക് ഈ മാവ് ഒഴിച്ചതിന് ശേഷം അതിനുള്ളിൽ ആ ബോളായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പൊട്ടറ്റോ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് മാവും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ
ഇതേപോലെ മറ്റേ ഗ്ലാസ്സിലും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമറിൽ ഇതൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15 to 20 മിനിറ്റ് വേണം ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ. നമുക്കിത് അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് സ്റ്റീം ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഇനി നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിൽ നിന്ന് വിട്ട് വരും. നമുക്ക് കൈകൊണ്ട് തന്നെ അത് ഇങ്ങനെ ഒന്ന് വിടർത്തിയാൽ മതി. അപ്പോൾ തന്നെ പെട്ടെന്ന് വരും. കാരണം നമ്മൾ ഓയിലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കമത്തിയിട്ട് മുകളിൽ തട്ടുമ്പോൾ തന്നെ നടക്കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേതും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഇങ്ങനെ തന്നെ കൊടുക്കുമ്പോൾ കുറച്ച് അധികം എരിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്പൈസി വേണമെന്നവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിരിക്കും ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റുമാണ്. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇതിലേക്ക് നന്നായിട്ട് അരപ്പ് ഇതിലെല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ മുളക് പൊടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല സ്പൈസ്, പക്ഷേ കാശ്മീരി ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ ഒരു കളറിലിരിക്കുന്നത്. ഒരുപാട് സ്പൈസി ഒന്നും അല്ല. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. വേഗം തന്നെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഇതിൻ്റെ ആ മുളക് പൊടിയുടെയൊക്കെ ആ പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതി. തിരിച്ച് തന്നെ ഇടാം. ഒരു സൈഡ് ഒന്ന് ഡ്രൈ ആയി വരുമ്പം പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ കിട്ടും. ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ. ഇനി ഇത് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇത് കമത്തി തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. കണ്ട ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതായത് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഉള്ളിലാ മറ്റേ പൊട്ടറ്റോയുടെ ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുമ്പം വളരെ ടേസ്റ്റാണ്. പ്രത്യേകം ഇതിന് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ചട്നിയുടെ കൂടെ കഴിച്ചാൽ, നമ്മൾ ഇഡ്ഡലിയും ദോശയ്ക്കൊക്കെ എടുക്കുന്ന ചട്നിയുടെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.